വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടൻ തന്നെ മഹത്വപ്പെടുത്തും. എന്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഓർമ്മിക്കുക, മിശിഹായെ ഇന്ന് ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സഭയിലൂടെയാണ്. സഭ മിശിഹായുടെ ശരീരമെന്ന് പൗലോസ്ലീഹ പറയുന്നത് അർത്ഥവത്താണ്. ഉത്ഥാനത്തിലൂടെ അരൂപിയായി മാറിയ ഈശോയെ തന്റെ ശരീരമായ സഭയിലൂടെയാണ് ഇന്ന് ലോകത്തിന് കാണാൻ സാധിക്കുക. സഭ ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സമൂഹമാണെന്നത് വിശ്വാസ പ്രമാണത്തിൽ സഭാംഗങ്ങളെല്ലാം ഏറ്റുപറയുന്ന കാര്യമാണ്. ഈശോ സ്ലീഹന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ലോകത്തിനു വേണ്ടിയല്ല, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിതാവ് ഈശോയ്ക്ക് കൊടുത്തവരെന്നാണ് സ്ലീഹന്മാരെ വിശേഷിപ്പിക്കുന്നത്. ദൈവത്തിന്റെ പ്രത്യേക തിരഞ്ഞെടുപ്പാണ് സ്ലീഹന്മാർക്ക് ലഭിച്ചത്. ഈശോയുടെ ലോകത്തിലെ സാന്നിധ്യമായി തീരുവാനുള്ള സഭയുടെ അടിസ്ഥാനമാണ് സ്ലീഹന്മാർ. സ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നമ്മൾ. സഭയിലെ പുരോഹിത ശുശ്രൂഷകളെല്ലാം ഈ ശ്ലൈഹിക ശുശ്രൂഷയാണ്. മാർപ്പാപ്പമാരും മെത്രാന്മാരും വൈദികരും ഈ ശ്ലൈഹിക ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവരുടെ ശുശ്രൂഷയിലൂടെ കെട്ടിപ്പടുക്കപ്പെടുന്നതാണ് സഭാസമൂഹം. അവരെ ദൈവം നമുക്ക് തന്നവരാണെന്ന് കരുതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. ശ്ലൈഹിക അടിസ്ഥാനമുള്ള സഭ ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണമുള്ള സമൂഹമാണ്. ഈശോ ആ സമൂഹത്തിനു വേണ്ടി തന്റെ വേർപാടിന്റെ നിമിഷത്തിൽ പിതാവിനോട് പ്രാർത്ഥിച്ചു. ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ദൈവത്തിന്റെ ഈ സംരക്ഷണം സ്ലീഹന്മാരും സഭാംഗങ്ങളും ഒന്നായിരിക്കുവാൻ വേണ്ടിയാണ്. അവർ സ്നേഹത്തിലും കൂട്ടായ്മയിലും ഒന്നായിരുന്നാൽ മാത്രമേ സഭയിൽ ഈശോയെ കാണുവാൻ സാധിക്കൂ. ഇതിനെല്ലാം തടസ്സം സൃഷ്ടിക്കുന്ന സാത്താന്റെ ശക്തികൾ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സഭയ്ക്ക് വേണ്ടി ദൈവിക സംരക്ഷണം ഈശോ പ്രാർത്ഥിക്കുന്നത്. നാം ഓരോരുത്തരും സഭയിലൂടെ ഈശോയെ കണ്ടെത്തുവാനും ഒന്നായിരിക്കുവാനും വേണ്ട കൃപ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നന്മ